കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു. ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു ചുവന്ന പട്ട് ഞുറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണക്കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. നമ്മൾ ഏതൊരു ഭക്തനും ആ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് നല്ല പോലെ സന്തോഷം ഉണ്ടാകുന്നതാണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് വാരിയെടുത്ത് ഉമ്മ വയ്ക്കാനും താലോലിക്കാനും എല്ലാം നമുക്ക് തോന്നും. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് അതേ രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മളെ എല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും. ആത്മാർത്ഥമായ ഭക്തി മാത്രമേ അതിനു വേണ്ടൂ. എല്ലാവരും ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക. നാരായണ 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 നാരായണ. കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. യാതൊരു സങ്കോചവും വേണ്ട. കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ കേട്ടോ. അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ്. നാരായണ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ